നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അവരുടെ മുന്നിൽ വെച്ച് നീ എന്നെ അപമാനിച്ചു അല്ലേ? അച്ഛനെന്ന വില പോയിട്ട് ഒരു വളർത്തുനായുടെ വില പോലും തന്നില്ല നീ എനിക്ക്. തെറ്റ്. അച്ഛനാണ് എന്നെ അപമാനിച്ചത്. എന്നോടൊരു വാക്കുപോലും പറയാതെ എന്റെ കല്യാണം ഉറപ്പിക്കുന്നത് ശരിയാണോ അച്ഛാ? അതൊരച്ഛന്റെ അവകാശം. അതൊക്കെ പണ്ട്. കാലം മാറുകയാണ് അച്ഛാ. അച്ഛനോ അമ്മാവനോ പോയി കണ്ട് ഉറപ്പിക്കുന്ന പെണ്ണിനെ മക്കളും മരുമക്കളും ചെന്ന് താലി കെട്ടിക്കൊണ്ടുവരുന്ന കാലം അതൊക്കെ പണ്ടായിരുന്നു. കുട്ടികളാണായാലും പെണ്ണായാലും അവര് തീരുമാനിക്കും അവരാർക്കൊപ്പം ജീവിക്കണമെന്ന്. പിന്നെ എന്റെ കാര്യത്തിലൊരു വ്യത്യാസമുള്ളത്, ഞാൻ ആർക്കൊപ്പം ജീവിക്കണമെന്ന് തീരുമാനിച്ചത് ഞാനല്ല, നിങ്ങൾ തന്നെയാണെന്നുള്ളതാണ്. വ്യക്തമായിട്ട് പറഞ്ഞ കുട്ടിക്കാലത്തെ എടുത്ത നിങ്ങളുടെ തീരുമാനത്തെ നിഷേധിക്കുന്നത് ഞാനല്ല, നിങ്ങൾ തന്നെയാണെന്ന് അർത്ഥം. ഏതായാലും രാധ എന്റെ മനസ്സിൽ ജീവിച്ചിരിപ്പുണ്ട്. അവൾ അങ്ങനെ ജീവിക്കുന്ന കാലത്തോളം ഞാൻ മറ്റൊരു കല്യാണത്തിന് സമ്മതിക്കുന്ന പ്രശ്നമില്ല. എന്നെ കല്യാണം കഴിപ്പിക്കാനായി നിങ്ങൾ ശ്രമിക്കേണ്ടതുമില്ല. പ്ലീസ്. നീ പറയുന്നില്ലേ നിന്റെ ഈ രാധ അവൾ എന്നെ മരിച്ചു കഴിഞ്ഞാ? അന്ന് ആ രാത്രിയിൽ തൃപ്പങ്ങോട്ട് സുഭദ്രയ്ക്കൊപ്പം അവള് മരിച്ചു. എന്നിട്ടും അവളെയും വിചാരിച്ച് ഇങ്ങനെ നേറി കഴിയുന്ന നിന്നെക്കുറിച്ച് എനിക്ക് തോന്നുന്ന സഹതാപം, നീ ഒരു വിഡ്ഢിയ, പമ്പര വിഡ്ഢി, അത്ര തന്നെ. ആ വിഡിത്തം ഞാനങ്ങ് സഹിച്ചു. ആ വിഡിത്തം ചുമക്കാനും ഞാൻ തയ്യാറാ. അച്ഛന്റെ പാട് നോക്കി പോവാൻ നോക്ക്. എന്നെ ജഡ്ജ് ചെയ്യാൻ വരണമെന്നില്ല. ഇതാണ് നിന്റെ ജീവിച്ചിരിക്കുന്ന രാധ. ഇതിവിടെ ഇരിക്കുന്നത് കൊണ്ട് ഈ ചത്തു മണ്ണടിഞ്ഞ ആ പെണ്ണിന്റെ ഓർമ്മയും കെട്ടിപ്പിടിച്ചിരിക്കുന്നത്. ഇനി ഇതിവിടെ വേണ്ട. ഈ സാധനം ഇനിമേലാൽ ഇവിടെ ഉണ്ടാവരുത്. നിങ്ങൾ എന്നെ എന്ത് ഭാവിച്ചാടാ നീ? ഇത് നിന്റെ അച്ഛനാ, ദൈവത്തെ പോലെ കാണേണ്ട മനുഷ്യൻ. തന്റെ തല്ലി എന്നുള്ള പേര് കേൾപ്പിച്ച് നശിക്കാനാണോ ഭാവം? അച്ഛനും അമ്മയ്ക്ക് നേരെ കൈ ഉയർത്തുന്ന മക്കളുടെ വിധി എന്താണെന്ന് നിനക്കറിയോ? എടാ, നിനക്കറിയാമോന്ന്? പറഞ്ഞ ഇനി ഇങ്ങനൊരു മകനില്ല നമുക്ക്. ഇനി ഇവന്റെ വീട്ടിൽ ഒരു നിമിഷം നമ്മൾ നിൽക്കില്ല. നീ വാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.